അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് മൗറീഷ്യസിലെ കോഴി വളർത്തലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും സംശയമാണ് മൗറീഷ്യസിൽ കോഴീനൊക്കെ വളർത്തുന്നുണ്ടോയെന്ന്. കോഴീനൊക്കെ വളർത്തുന്നത് നമ്മുടെ നാടൻ കോഴി, നമ്മുടെ നാട്ടിലെങ്ങനെയാണ് നാടൻ കോഴീനെ വളർത്തുന്നത് അതേ നാടൻ കോഴി തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് മൗറീഷ്യസിനെ പറ്റിയിട്ടൊന്ന് പരിചയപ്പെടാം നമുക്ക്. അപ്പോൾ ഇവിടെ വരാനായിട്ട് പ്രത്യേകമായിട്ട് വിസയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് നമുക്ക് ഈ മൗറീഷ്യസിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് കാണാനായിട്ട് ഇവിടുത്തെ ദ്വീപുകൾ തന്നെയാണ്. ഇവിടുത്തെ ദ്വീപുകളൊക്കെ കാണാനായിട്ട് വളരെ ഭംഗിയാണ് കാണാനായിട്ട്. അതായത് നല്ല നീല കളറിലാണ് ഇവിടുത്തെ ദ്വീപുകളും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അതൊരു പ്രത്യേക ഒരു കാണാനൊരു ഭംഗിയാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇവിടുത്തെ നല്ലൊരു ക്ലൈമറ്റാണ്. അധികം തണുപ്പും ചൂടൊന്നും ഇല്ലാണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയും കിട്ടും. അപ്പം നല്ലൊരു ക്ലൈമറ്റാണ് ഈ മൗറീഷ്യസിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ഹണിമൂണൊക്കെ ആഘോഷിക്കാനായിട്ട് ഈ മൗറീഷ്യസിലേക്കാണ് വരുന്നത്. ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ കൾച്ചറാണ് കൂടുതൽ. അതായത് ഒരു 60% ആളുകളും ഇവിടെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് സെറ്റിലായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലത്തെ ആഘോഷങ്ങളും ഇതൊക്കെ തന്നെയാണ് ഇവിടെയും ആഘോഷിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിലത്തെ ഒരുപാട് ആളുകളെ ഇവിടെ സെറ്റിലായിട്ടുള്ള ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ തമിഴ്നാട്ടിലെ കുറേ അമ്പലങ്ങളും ഇതൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതുപോലെ കേരളത്തിലത്തെ ഇത് വളരെ കുറവാണ് നമുക്ക് കാണാൻ പറ്റുക. കേരളത്തിൽ നിന്ന് വന്നിട്ട് സെറ്റിലായിട്ടുള്ള ആളുകൾ വളരെ കുറച്ച് പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബീച്ചുകളാണ്. ഒരുപാട് ബീച്ചുകളുണ്ട്, നല്ല സുന്ദരമായ ബീച്ചുകൾ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബീച്ചിൽ നമുക്ക് ഇറങ്ങിയിട്ട് നന്നായി ആസ്വദിക്കാനും അതുപോലെ എല്ലാത്തിനുള്ള നല്ല ഫുഡിനും പിന്നെ അതുപോലെ ഹോട്ടൽ സൗകര്യങ്ങളും എല്ലാത്തിനും ഇവിടെ കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് മൗറീഷ്യസ്. ഒരു സമ്പന്ന ഒരു രാജ്യമാണ് ഈ മൗറീഷ്യസ്. അപ്പോൾ ഈ മൗറീഷ്യസിലുള്ള മെയിനായിട്ടുള്ള വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റിൻ്റെ വരുമാനം തന്നെയാണ് ഈ മൗറീഷ്യസിലെ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ മത്സ്യവ്യാപാരത്തിലും നല്ലൊരു വരുമാനം മൗറീഷ്യസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ മറ്റൊരു വരുമാനം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിമ്പ് കൃഷി, അതായത് ഷുഗർ ഫാക്ടറികൾ ഒരുപാടുണ്ട് ഈ മൗറീഷ്യസിൽ. അപ്പോൾ അതിൽ നിന്നും ഒരു നല്ലൊരു വരുമാനം മൗറീഷ്യസിന് കിട്ടുന്നുണ്ട്.
മൗറീഷ്യസിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഫുഡുകളിലൊന്നാണ് ഈ ചിക്കന്. അപ്പോൾ ഇവിടെ ഈ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനൊക്കെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ഫാമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന മാതിരി ബ്രോയിലർ കോഴികളും പിന്നെ മറ്റുള്ള കോഴികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ നാടൻ കോഴികളും ഇവിടെ ഇഷ്ടംപോലെ എല്ലാ വീടുകളിലും മാക്സിമം ഉള്ള എല്ലാ വീടുകളിലും ഇവിടെ നാടൻ കോഴികൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള ചെറിയൊരു ഫാം മാതിരി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇവിടുത്തെ കോഴികളൊക്കെ ഒന്ന് ഇവിടുത്തെ വീഡിയോ എടുത്താണ്. അപ്പോൾ ഇവിടെയും എല്ലാ വീട്ടിലും കോഴികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന 7 കളർ പൂവൻ, അതുപോലെ തന്നെ കണ്ണക്ക്, തൊപ്പിക്കോഴി, അതുപോലെ എല്ലാ കോഴികളും ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ മാതിരി കീരി, പാമ്പ്, നായ അതുപോലെയുള്ള ശല്യങ്ങളൊന്നും കോഴികൾക്ക് ഇവിടെ ഇല്ല. അപ്പോൾ കോഴികളൊക്കെ ധൈര്യമായിട്ട് ഇവിടെ എല്ലാം മേഞ്ഞ് നടക്കുന്നത് കാണാം. എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ വരാറുണ്ട് ഈ നാടൻ കോഴികൾ. അപ്പോൾ ഞാൻ അവർക്ക് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.